ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്നതിനാലാണ്. അപ്പോൾ ഈ പരീക്ഷ അല്ലെങ്കിൽ പ്രലോഭനം നമ്മുടെ ഏതൊക്കെ തലങ്ങളിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഏതൊക്കെ തലങ്ങളിലാണ്? അത് നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിലും ഈ പ്രലോഭനം കയറി വരുന്നുവെന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ തലങ്ങളിലും കയറി വരുന്നുണ്ട്. ഞാനത് ചില ഭാഗങ്ങൾ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മുടെ സോൾ, നമ്മുടെ ദേഹിയിലേക്ക് കയറി വരുന്നുണ്ട്. ഈ പ്രലോഭനം നമ്മുടെ ദേഹിയിലേക്ക് കയറി വരുന്നുണ്ട്. ദേഹിയിലേക്ക് മാത്രമല്ല, നമ്മളുടെ ചിന്തയുടെ ലോകത്തിലേക്ക് ഇത് കയറി വരുന്നുണ്ട്. നമ്മുടെ വികാരങ്ങളുടെ ലോകത്തിലേക്ക് ഈ പ്രലോഭനങ്ങൾ കയറി വരുന്നുണ്ട്. പ്രവൃത്തിയുടെ തലത്തിലേക്ക് ഈ പ്രലോഭനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് അക്കാഡമിക്കായിട്ട് പഠിക്കാൻ വേണ്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലുപരിയായിട്ട് ഇത് നമുക്കൊന്ന് ഗാർഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് പ്രലോഭനം നമ്മളിലേക്ക് കടന്നു വരുന്ന വഴികൾ നമ്മൾ പഠിക്കുന്നത് പരീക്ഷ എഴുതി ജയിക്കാൻ വേണ്ടിയൊന്നുമല്ല. എന്തിനു വേണ്ടിയാണ്? പ്രലോഭനം നമ്മളിലേക്ക് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് ഏതൊക്കെ തലങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് പ്രലോഭനങ്ങൾ വരുന്നതെന്നുള്ള നമുക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ. അതിൻ്റെ ആദ്യത്തെ തലം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ സോൾ. അത് നമ്മുടെ ദേഹിയിലേക്ക് കടന്നു വരുന്നു. സോൾ, ദേഹി എന്ന് പറയുമ്പോൾ എന്താണ് ദേഹി എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞാലേ പറ്റുള്ളൂ. ദേഹി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബുദ്ധി മാത്രമല്ല, നമ്മുടെ ഇൻ്റലിജൻസ് അല്ല, അതിനപ്പുറത്താണ്. ഇൻ്റലിജൻസ് വേണമെങ്കിൽ അതിനകത്ത് കൂട്ടാം. അത് ഇൻ്റലിജൻസ് മാത്രമല്ല. ദേഹി എന്ന് പറയുമ്പോൾ അതിനകത്ത് എൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട്, എൻ്റെ തീരുമാനമെടുക്കാനുള്ള ശക്തി, അല്ലെങ്കിൽ എൻ്റെ വിൽ പവർ, അല്ലെങ്കിൽ എൻ്റെ വൊളീഷൻ ഉണ്ട്, ആ ഫാക്കൽറ്റി ഉണ്ട്. അതായത് എൻ്റെ ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റി, എൻ്റെ ബൗദ്ധിക തലം, എൻ്റെ തീരുമാന സ്ഥലം, പിന്നെ എനിക്കൊരു സോഷ്യൽ ലൈഫുണ്ട് അല്ലേ? ആ സോഷ്യൽ ഫാക്കൽറ്റി, സാമൂഹ്യ ജീവിതം, ആ സാമൂഹ്യ ജീവിതമല്ല, ജീവനം എന്ന് വേണമെങ്കിൽ പറയാം. ചില വാക്കുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ ബുദ്ധിയുണ്ട്, എൻ്റെ വിൽ പവറുണ്ട്, വൊളീഷൻ അല്ലെങ്കിൽ തീരുമാനശക്തിയുണ്ട്, എൻ്റെ സോഷ്യൽ ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഭൂമിയിൽ ജീവിക്കുന്ന ഒറ്റയ്ക്കല്ലല്ലോ. എനിക്കൊരു ബന്ധങ്ങളുണ്ട്. എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ അയൽക്കാരുണ്ട്, എൻ്റെ കൊളീഗ്സ് ഉണ്ട്. ഇവരുമായിട്ടെല്ലാം എനിക്കൊരു ബന്ധം ഉണ്ട്. ആ ബന്ധങ്ങൾ നൽകുന്ന ഒരു സുരക്ഷിതത്വം എനിക്കുണ്ട്. ഇവരൊക്കെ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ ഉള്ള ഒരു അരക്ഷിത ബോധമുണ്ട്. ഇതെല്ലാം എൻ്റെ സോളിലാണ് ഞാൻ അറിയുന്നത്. എനിക്ക് ബന്ധുക്കളുടെ കൂടെ കൂടുമ്പോഴുള്ള ഒരു ബന്ധുക്കൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ നമുക്കൊരു രസമില്ലേ? ആ രസമെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിലല്ലല്ലോ വരുന്നത്, അത് നമ്മുടെ വികാരത്തിൽ പോലും അല്ല വരുന്നത്. അത് നമുക്കുണ്ടാകുന്നത് നമ്മുടെ സോളിലാണ്. അവരാരും കാണാതിരിക്കുമ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് ഐസൊലേഷൻ നമുക്ക് തോന്നുന്നു. ഈ ഐസൊലേഷൻ തോന്നുന്നത് നമ്മുടെ ബുദ്ധിയിലല്ല. ഒരു ഏകാന്തത നമുക്ക് തോന്നുന്നു. ആ ഏകാന്തത നമുക്ക് തോന്നുന്നത് നമ്മുടെ ബുദ്ധിയിലല്ല. ആ ഏകാന്തത നമുക്ക് തോന്നുന്നത് നമ്മുടെ വികാരങ്ങളുടെ തലത്തിലുമല്ല, നമ്മുടെ തീരുമാനമെടുക്കുന്ന തലത്തിലും ഒന്നുമല്ല. അത് നമ്മുടെ സോളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു സോഷ്യൽ ഫാക്കൽറ്റി ഉണ്ട് എന്ന് പറയാൻ കാര്യം. അപ്പോൾ നമ്മുടെ ബുദ്ധിയുണ്ട്, തീരുമാനശക്തിയുണ്ട്, സാമൂഹ്യപരമായ നമ്മുടെ ഒരു ഫാക്കൽറ്റി ഉണ്ട്, പിന്നെ എൻ്റെ മതബോധമുണ്ട്, എൻ്റെ റിലീജിയസ് ഫാക്കൽറ്റി ഉണ്ട്. അതും ഈ സോളിൻ്റെ ഭാഗമാണ്. എൻ്റെ മതം എനിക്ക് തരുന്നതായ ചില സുരക്ഷിതത്വമുണ്ട്, മതം തരുന്ന ഒരു തണുപ്പുണ്ട്. അതൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയതയല്ല ഞാൻ പറയുന്നത്. ആത്മീയത വേറെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ പള്ളിയിൽ പോയാലും എവിടെ പോയാലും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സുഖം ഉണ്ടല്ലോ ഇല്ലേ? അതെവിടെ വരുന്നത്? അത് നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ വികാരങ്ങളുടെ ഇരിപ്പിടത്തേക്കിനപ്പുറത്ത്, വികാരങ്ങൾക്ക് അപ്പുറത്താണത്. അത് നമ്മുടെ സോളിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ സോളിനെ ഞാനൊന്ന്, അല്ലെങ്കിൽ നമ്മുടെ ദേഹിയെ നമ്മളൊന്ന് വിശദീകരിക്കാനുള്ളത്. എക്സ്റ്റസി, ഇപ്പം നമ്മുടെ മീറ്റിങ്ങിന് വന്ന്, അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിന് വരുന്ന പോലെ തന്നെ നമ്മുടെ മതങ്ങളിലൊക്കെ പലപ്പോഴും എന്തുണ്ട്, വലിയ പാട്ടും കൊട്ടും കയ്യടിയും ഒരു പക്ഷേ തുള്ളലും എല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒത്തിരി റിലീജിയനുണ്ട്. ആ എക്സ്റ്റസി ഒക്കെ നമ്മുടെ ബുദ്ധിയിലൊന്നുമല്ല സംഭവിക്കുന്നത്, നമ്മളുടെ ഈ സോളിലാണ് ശരിക്കും അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനെ നമ്മൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യരുത്. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇനി അതേപോലെ ഈ ബോധം, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് സോൾ, ദേഹി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ സെൽഫ് കോൺഷ്യൻസ് ഉണ്ട്. വേറൊരു രീതി പറഞ്ഞാൽ എൻ്റെ മനസാക്ഷിയുണ്ട്. കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷയാണ്. എൻ്റെ മനസാക്ഷി എന്ന് പറയുന്നൊരു ഫാക്കൽറ്റി എനിക്കുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ദേഹി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധി, നമ്മളുടെ തീരുമാനശക്തി, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ ബോധം, അതുപോലെ എൻ്റെ മനസാക്ഷി, എൻ്റെ സെൽഫ് കോൺഷ്യസ്, ഞാൻ
ആരാണെന്നുള്ള എൻ്റെ ഐഡൻറ്റിറ്റി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദേഹി എന്ന് പറയുന്നത്. ഈ ദേഹി എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. അതിനെ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ നിന്നും സ്പിരിറ്റിൽ നിന്നും മാറിക്കാണണം. ഈ ദേഹിയുടെ മേലുള്ള ചില പ്രലോഭനങ്ങളുണ്ട്. അത് ഭയങ്കര ശക്തമായ പ്രലോഭനമാണ്. അപ്പോൾ പ്രലോഭനങ്ങൾ നമ്മുടെ ദേഹിയിലേക്ക് കടന്നു വരുന്നതിനെയാണ് ഞാനീ പറഞ്ഞത്. കാരണം നമ്മുടെ ദേഹിയെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്ത ഒരാളുടെ ദേഹിയെ സ്വാധീനിക്കുന്നതും നയിക്കുന്നതും ഒരു അൺറീജനറേറ്റഡ് സെൽഫാണ്. അതായത് പുതുക്കം പ്രാപിക്കാത്ത എൻ്റെ സ്വയം, അതാണ് വാസ്തവത്തിൽ എൻ്റെ ദേഹിയെ, അതായത് വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയുടെ ദേഹിയെ സ്വാധീനിക്കുന്നത്. എന്താണെന്നറിയാമോ? നാച്ചുറലി ആദാമ്യ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന എൻ്റെ പുതുക്കമില്ലാത്ത ഒരു സെൽഫ്. അതിനെയാണ് നമ്മൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഫോളൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. വീഴ്ച പറ്റിയ സ്വഭാവം, പാപ സ്വഭാവം. ദേഹി പുതുക്കം പ്രാപിക്കുകയാണെങ്കിൽ, വീണ്ടും ജനനമാണ് വാസ്തവത്തിൽ ഈ ദേഹിയെ പുതുക്കുന്നത്. വീണ്ടും ജനനം നടന്നില്ലെങ്കിൽ ഈ ദേഹി ആരുടെ കീഴിലാണ്? എൻ്റെ സ്വയത്തിൻ്റെ കീഴിലാണ്. എൻ്റെ സ്വയം ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്? അൺറീജനറേറ്റഡ് ആണ്, അഥവാ അതിന് വീണ്ടും ജനനം സംഭവിച്ചില്ല. വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ദേഹി പുതുക്കപ്പെടുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പിന്നീട് നമ്മുടെ ദേഹിയെ നിയന്ത്രിക്കുന്നത് റീജനറേറ്റഡ് സെൽഫാണ്. അതായത് വീണ്ടും ജനിച്ച പുതു സൃഷ്ടിയാണ് പിന്നെ ആരെ നിയന്ത്രിക്കുന്നത്? എൻ്റെ ദേഹിയെ നിയന്ത്രിക്കുന്നത്. അല്പം ഒരു ടൈം എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെല്ലാം കൂടെ അങ്ങ് മനസ്സിലാക്കിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതങ്ങ് പറഞ്ഞു പോകുകയാണ്. അതായത് ഇത്രയും മനസ്സിലായാൽ മതി, ഏറ്റവും കൂടുതൽ ഇത്രയും മനസ്സിലായാൽ മതി. നമ്മുടെ സ്വയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദേഹിയിൽ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നമ്മളെ നയിക്കുന്നത് എന്താണ്? നമ്മുടെ കേടുപറ്റിയ അല്ലെങ്കിൽ വീണുപോയ പാപ സ്വഭാവമാണ് നമ്മളെ നയിക്കുന്നത്. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആത്മനിയന്ത്രിതരാണ്. വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിച്ച പുതു സൃഷ്ടിയാണ്. അപ്പം വീണ്ടും ജനിക്കുന്നവരുടെ ദേഹിയും വീണ്ടും ജനിക്കാത്തവരുടെ ദേഹിയും രണ്ട് പേരാണ്, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് കൂട്ടരാണ് നയിക്കുന്നത്. രണ്ട് നിയന്ത്രണമാണ്. ഒന്ന് പാപനിയന്ത്രിതമായ എൻ്റെ ദേഹി, രണ്ട് ആത്മനിയന്ത്രിതമായ എൻ്റെ ദേഹി. ഓക്കെ, അപ്പോൾ പാപനിയന്ത്രിതമായ എൻ്റെ ദേഹി, ആ ദേഹിയിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ പ്രലോഭനമാണ് ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ജീവനത്തിൻ്റെ പ്രതാപം എൻ്റെ ശരീരത്തിന് വേണ്ടിയല്ല. പലപ്പോഴും എൻ്റെ ശരീരത്തിന് വേണ്ടത് പ്ലഷറാണ്, സുഖമാണ്. എൻ്റെ ശരീരത്തിന് ഞാൻ നോക്കുന്നതെല്ലാം സുഖങ്ങളാണ്. അതുകൊണ്ട് ജീവനത്തിൻ്റെ പ്രതാപം എൻ്റെ ശരീരത്തിൻ്റെ ഒരു നീഡല്ല, എൻ്റെ ദേഹിയുടെ നീഡാണ്. ഏകദേശം മനസ്സിലായി വരുന്നുണ്ടല്ലോ അല്ലേ? അതായത് എനിക്ക് കസേര എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും എന്നെ ബഹുമാനിക്കുന്ന ഒരു കസേര വേണമെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ശരീരത്തിൻ്റെ നീഡല്ല, പ്രത്യുത അതെൻ്റെ ദേഹിയുടെ നീഡാണ്. എന്നെ ആളുകൾ ബഹുമാനിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ശരീരത്തിൻ്റെ നീഡല്ല, പിന്നെ ആരുടേതാണ്? എൻ്റെ ദേഹിയുടേതാണ്. പദവികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പം സമ്പന്നതയും അതുപോലെ തന്നെ. എനിക്കൊരു സമ്പന്നനാകണമെന്ന് തോന്നുന്നത് ദേഹിയിലാണ്. സമ്പന്നനായാൽ അതുപയോഗിച്ച് സുഖിക്കണമെന്ന് തോന്നുമ്പോൾ അത് ചിലപ്പോൾ ശരീരത്തിൻ്റെ ഇച്ഛയായിരിക്കും. പക്ഷേ സമ്പന്നനാകണമെന്നുള്ള ചിന്ത ശരീരത്തിൻ്റെ ഇച്ഛയല്ല, എന്തിൻ്റെയാണ്? ദേഹിയുടേതാണ്. സമ്പന്നനായാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സുഖിക്കാൻ പറ്റുള്ളൂ. അത് എൻ്റെ ജഡത്തിലേക്കാണ്, അതായത് എൻ്റെ ദേഹിയിലേക്കല്ല, എൻ്റെ ശരീരത്തിലേക്കാണ്, ജഡത്തിലേക്കാണ് ആ പ്രലോഭനം വരുന്നത്. അതാണ് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. പലപ്പോഴും ജീവനത്തിൻ്റെ പ്രതാപം മിക്കപ്പോഴും കീഴടക്കുന്നത് നമ്മുടെ സോളിനെയാണ്, നമ്മുടെ ദേഹിയെയാണ്. എപ്പോഴ് നമ്മൾ റീജനറേറ്റഡ് ആണെങ്കിൽ നമ്മളെ നയിക്കുന്നത് ആത്മാവായിരിക്കും. അപ്പോൾ ഈ ജീവനത്തിൻ്റെ പ്രതാപത്തിൽ കടന്നുകൂടുന്ന വേറെ ചില പ്രലോഭനങ്ങളുടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. ഒന്ന്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കാം. പ്രൈഡ് വരുന്നത് എവിടെയാണ്? നമ്മുടെ അഹങ്കാരം വരുന്നത് എവിടെയാണ്? സോളിലാണ്. അഹങ്കാരം വരുന്നത് നമ്മുടെ ശരീരത്തിലല്ല. അഹങ്കാരം വരുന്നത് നമ്മുടെ കാഴ്ചയിലല്ല, കൺമോഹത്തിലോ ജഡമോഹത്തിലോ അല്ല. എവിടെയാണ് അഹങ്കാരം വരുന്നത്? എവിടെയാണ്? നമ്മുടെ ദേഹിയിലാണ്. പ്രൈഡ്, അൺറീജനറേറ്റഡ് സെൽഫ്, അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയുടെ ദേഹി എപ്പോഴും സെൽഫ് ബോസ്റ്റിംഗ് ആയിരിക്കും. അവനെ തന്നെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തൊക്കെയാണെന്ന് അവനൊരു ചിന്ത ഉണ്ടായിരിക്കും. അത് പിശാച്
ആ ജീവനത്തിൻ്റെ പ്രതാപം അല്ലെങ്കിൽ ആ പ്രൈഡ് നമ്മുടെ ദേഹിയിലേക്ക് കയറ്റി വിടുകയാണ്. അതുകൊണ്ട് നമ്മൾ ആരാണെന്നോ നമുക്ക് എന്തൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള വികലമായ ധാരണ, നീ അങ്ങനെ ആൾ മോശമൊന്നുമല്ല, നീ ആർക്കും കീഴടങ്ങേണ്ട ആളൊന്നുമല്ല, നീ എന്തിനാ അങ്ങനെ, അവൾ പറഞ്ഞപ്പോഴത്തേക്ക് എന്താ നീ എന്തിനാ മിണ്ടാതിരുന്നത്, 2 വർത്തമാനം അങ്ങോട്ട് തിരിച്ച് പറയാൻ വയ്യായിരുന്നോ? ഇതൊക്കെ പിശാച് നമ്മളോട് പറയുന്നത് ഏത് തലത്തിലാണെന്നറിയാമോ? നമ്മുടെ ദേഹിയോടാണ് സംസാരിക്കുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ഹട്ടാകുക. ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഒരു വർത്തമാനം പറയുമ്പോഴത്തേക്ക് ഞാൻ എന്തായിത്തീരുകയാണ്? ഹട്ടാകുക. അതെന്താ പരിപാടി, അവളെന്നാ പറയാൻ, അവളെന്തോ ഇത്ര വലിയ ഇത് കാണിക്കാൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ബോസ്ഫുള്ളായിട്ട്, അങ്ങനെ ബോസ്, അത് പ്രൈഡ് എവിടെ ഉണ്ടാകുന്നു? നമ്മുടെ ദേഹിയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. രണ്ടാമത്, ഈ പ്രൈഡ് നമ്മുടെ ദൈവാശ്രയത്തെ തകർക്കുകയാണ്. എന്നിട്ട് പകരം സ്വയാശ്രയത്തെ പ്രതിഷ്ഠിക്കുകയാണ്. പിന്നീട് നമ്മൾ ദൈവാശ്രയം വിട്ടുകളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സ്വയാശ്രയത്തിലേക്ക് കയറുന്നു. എനിക്കും അറിയാൻ 2 വർത്തമാനം പറയാനൊക്കെ. ദൈവത്തിൽ ആശ്രയിക്കുകയല്ല, അവൾ എന്നെ ചീത്ത വിളിച്ചോ, അത് ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും എന്ന് നമ്മൾ പറയുന്നില്ല. അത് പറയണമെങ്കിൽ എന്ത് വേണം? വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഇത് എനിക്ക് കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. കാര്യം എൻ്റെ സെൽഫ് അവിടെ വർക്ക് ചെയ്യുന്നത് ഇല്ലേ? ആ പ്രൈഡ്, ഭയങ്കര പ്രൗഡാണ് നമ്മൾ പലപ്പോഴും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. അത് സെൽഫ് റിലയൻസ്, സ്വയാശ്രയത്തിലേക്ക് നമ്മളെ കടത്തിവിടുന്നു. നമ്മൾ എൻവി ഉണ്ടാക്കുന്നു, മറ്റുള്ളവരെ കണ്ടം ചെയ്യിക്കുന്നു. കണ്ടം ചെയ്യാൻ നമ്മൾ പറയുമല്ലോ, എന്താണ്? അവൾ അവളെന്തോ ഇത്ര, നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കാൾ കുറഞ്ഞവരാണെന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ കണ്ടം ചെയ്യുന്നു, എൻവി ഉണ്ടാക്കുന്നു. നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം നല്ല ആൾക്കാരും ബാക്കി എല്ലാവരും മോശക്കാരുമാണെന്ന് പറയുന്നു. ഇതെല്ലാം നമ്മുടെ ദേഹിയിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രലോഭനങ്ങൾ, ഇതെല്ലാം നമ്മിലേക്ക് പിശാച് കടത്തിവിടുന്നതായ പ്രലോഭനങ്ങളുടെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ. ജലസി അത് തന്നെയാണ്. എൻവി, നമ്മൾ ആളുകളെ കണ്ടം ചെയ്യുകയാണെങ്കിൽ ജലസി മുകളിലോട്ട് നോക്കി, അവരങ്ങനെ ആയോ, നമുക്കെന്താണ് അതുപോലെ മുകളിലോട്ട് കയറാനുള്ള ഒരു മോഹം, സ്ട്രൈഫ്, ഇതെല്ലാം നമ്മുടെ ദേഹിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പ്രലോഭനങ്ങൾ നമ്മുടെ ദേഹിയിൽ നടക്കുന്നു, പ്രലോഭനങ്ങൾ നമ്മുടെ ചിന്തയുടെ ലോകത്തിൽ നടക്കുന്നു, വികാരങ്ങളുടെ ലോകത്ത് നടക്കുന്നു, അതുപോലെ പ്രവൃത്തിയുടെ തലത്തിൽ നടക്കുന്നു. അതിനകത്ത് നമ്മുടെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ ദേഹിയുടെ സ്റ്റേജ് മാത്രമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പക്ഷേ ഈ പ്രലോഭനങ്ങളുടെ അടിസ്ഥാന ഘടകം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? മോഹം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ആകാനൊക്കെ ഉള്ള ഒരു മോഹം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. അതുകൊണ്ട് മോഹത്തെ നമ്മൾ മുളയിലേ നുള്ളുക എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ മോഹത്തെ ഉപേക്ഷിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വന്നെങ്കിലേ പറ്റുള്ളൂ. മോഹത്തെ ഉപേക്ഷിക്കണമെങ്കിൽ അതിൻ്റെ നേരെ വിപരീതം എന്താണ്? സംതൃപ്തി. സംതൃപ്തിയും മോഹവും കൂടെ ഒരുമിച്ച് പോകത്തില്ല. മോഹം ഉണ്ടെങ്കിൽ സംതൃപ്തി ഇല്ല, സംതൃപ്തി ഉണ്ടെങ്കിൽ മോഹം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് മോഹത്തിൻ്റെ ലോകത്തിൽ നിന്ന് സംതൃപ്തിയുടെ ലോകത്തിലേക്ക് നമ്മൾ കടക്കണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിശാച് പ്രലോഭനം തന്നുകൊണ്ടിരിക്കും. പിശാചിൻ്റെ പ്രലോഭനം നമ്മുടെ ദേഹിയുടെ തലത്തിലേക്കും നമ്മുടെ ചിന്തകളുടെ ലോകത്തിലേക്കും നമ്മുടെ വികാരങ്ങളുടെ ലോകത്തിലേക്കും നമ്മുടെ പ്രവൃത്തിയുടെ ലോകത്തിലേക്കും എങ്ങനെയും കുത്തി നിറയ്ക്കാൻ ആര് നോക്കിക്കൊണ്ടിരിക്കും? പിശാച് നോക്കിക്കൊണ്ടിരിക്കും. അത് പിശാചിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാര്യമാണ്. നമ്മൾ അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവര് അല്ലല്ലോ, അതവൻ തന്ത്രം കാണിക്കും. പക്ഷേ അവൻ എത്ര കുത്തി നിറയ്ക്കാൻ നോക്കിയാലും നമ്മിൽ മോഹം കിടപ്പില്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി കൊണ്ട് യാതൊരു പ്രയോജനവും അല്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മോഹത്തിൻ്റെ ലോകത്ത് നിന്ന് സംതൃപ്തിയുടെ ലോകത്തിലേക്ക് നമ്മൾ കടക്കണം. നമ്മളുടെ ദേഹി അൺറീജനറേറ്റഡ് സ്റ്റേജ് ആകരുത്, റീജനറേറ്റഡ് സ്റ്റേജ് ആകണം. നമ്മുടെ ദേഹിയെ സ്വാധീനിക്കുന്നത് ജഡമാകരുത്, നമ്മുടെ ദേഹിയെ സ്വാധീനിക്കുന്നത് ആത്മാവായിരിക്കണം. ആത്മനിയന്ത്രിതമായ ഒരു ദേഹി നമുക്കുണ്ടെങ്കിൽ മാത്രമേ മോഹങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് പിശാചിൻ്റെ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. കണ്ണുകളടയ്ക്കാം.